ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഇന്നത്തേത് ഈ കഴിഞ്ഞ ഹോളി വീക്കിലെ പെസഹ വ്യാഴാഴ്ചത്തെ പള്ളിയിലെ എല്ലാ ശുശ്രൂഷകളും വീട്ടിൽ നമ്മൾ നടത്തുന്ന ശുശ്രൂഷകളും എല്ലാം കൂടി ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു കുട്ടി വ്ലോഗാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് പെസഹ വ്യാഴാഴ്ചയും ഞാൻ നേരത്തെ വ്ലോഗിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത്തവണത്തെ പെസഹ വ്യാഴാഴ്ച തുടങ്ങി, അല്ലെങ്കിൽ ഓശാന ഞായറാഴ്ച തുടങ്ങി ഞങ്ങളുടെ എൻ്റെ വീട്ടിലായിരുന്നു, പുത്തമ്പള്ളിയിലായിരുന്നു. ഇപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് പെസഹ കൂടുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ച് പെസഹ വ്യാഴാഴ്ച വളരെ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ക്രൈസ്തവരായ എല്ലാവരും ഈ ഹോളി വീക്കിലെ ഈ ദിവസങ്ങളിലൊക്കെ ദേവാലയത്തിൽ വരികയും ദേവാലയത്തിൽ എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും രാവിലെ തന്നെ പള്ളിയിലോട്ട് പോന്നു. പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുത്തമ്പള്ളിയിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പെസഹ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൾത്താരിയും എല്ലാം കാണുമ്പോൾ ഒത്തിരി മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ 12 ശ്ലീഹന്മാരുടെ പാദങ്ങൾ ഈശോ കഴുകിയതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കാൽകഴുകൽ ശുശ്രൂഷ. ഇപ്പോൾ വൈദികൻ അല്ലെങ്കിൽ വികാരിയച്ഛനാണ് 12 ശ്ലീഹന്മാരുടെ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകുന്നത്. അതിനുശേഷം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ആരാധനയാണ്. അപ്പോൾ അതിന് ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട് പള്ളിയുടെ അകത്ത് തന്നെ. അപ്പോൾ ആ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളും എല്ലാം ഇങ്ങനെ പൂവെറിഞ്ഞ് ഒക്കെയാണ് അതിനെ സ്വീകരിച്ച് അവിടെ പ്രത്യേകം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു അൾത്താരിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ദിവ്യകാരുണ്യത്തെ ആരാധിച്ച് വയ്ക്കും. അന്ന് മുഴുവൻ ആരാധനാ ദിവസമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് പോയി ആരാധിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഉച്ചയ്ക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു പോയി. ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് ഫോട്ടോസും എല്ലാമൊക്കെ എടുത്തു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അന്ന് വൈകുന്നേരം മുറിക്കാനുള്ള കുരിശപ്പത്തിൻ്റെ പണിയൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാം ഒരുക്കിയൊക്കെ വെച്ച് വൈകിട്ട് പള്ളിയിലോട്ട് ചെന്നു. അപ്പോൾ പെസഹ വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഒരു ആചരണമാണ്. അത് തലമുറകൾ തോറും ആചരിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഈശോ അപ്പം മുറിച്ച്, അല്ലെങ്കിൽ ഒടുവിലത്തെ അത്താഴ നേരത്ത് അപ്പം മുറിച്ച് 12 ശ്ലീഹന്മാർക്ക് അവർ കൊടുത്തതിൻ്റെ ഓർമ്മയ്ക്കാണ് പള്ളികളിലും വീടുകളിലും നമ്മൾ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ പള്ളിയിൽ വികാരിയച്ഛനാണ് എല്ലാവർക്കും മുക്കി പാലും അപ്പവും മുക്കി നമുക്ക് തരുന്നത് പൊതു ആരാധനയ്ക്ക് ശേഷം. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വന്നാണ് മുറിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മാത്രമേ പള്ളിയിൽ പോയുള്ളൂ, ഡാഡി മമ്മി വന്നില്ല. അവർ ഏജൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് അത്രയും നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ പള്ളിയിലും എല്ലാ സൈസിലുള്ള അപ്പവും അല്ലെങ്കിൽ കുരിശപ്പവും എല്ലാം നമ്മളിങ്ങനെ നേർച്ചയായിട്ട് കൊടുക്കും. ആ അപ്പങ്ങളൊക്കെയാണ്, ആ എല്ലാ അപ്പവും കൂടെ അവിടെ കട്ട് ചെയ്ത് അവിടെ തന്നെ പള്ളിയിൽ തന്നെ കുറുക്കും. ഇതൊക്കെ വെഞ്ചരിച്ചതിന് ശേഷം അത് നമുക്ക് മുക്കിത്തരും. ഇതുപോലെ തന്നെ വീട്ടിലും നമ്മൾ കുരിശപ്പവും അതുപോലെ തന്നെ പാലും, പെസഹ പാലും, അതുപോലെ തന്നെ കലത്തപ്പം ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ പുത്തമ്പള്ളിയിലെ സ്പെഷ്യലാണ്. ഉള്ളിയിട്ട് അരിഞ്ഞ അപ്പം. ഞാനത് ഇളംകുളത്ത് അങ്ങനെ 13 വർഷം പോയിട്ടും ഞാൻ കണ്ടിട്ടില്ല. കാരണം അവിടെ ഉള്ളത് ശർക്കരയപ്പവും കുരിശപ്പവുമാണ് അവിടെ ഉള്ളത്. ഈ ഒരു കലത്തപ്പം അവിടെ ഇല്ല. അപ്പോൾ അത് ഈ ഓരോ നാട്ടിലെ പ്രത്യേകതകളാണല്ലോ. അപ്പോൾ ഈ അപ്പം ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു അപ്പമാണത്. അപ്പോൾ അതും ഈ ഒരു കുരിശപ്പം ഉണ്ടാക്കി മമ്മി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ മമ്മി വെള്ള കളറിലാണ് പാല് കാച്ചുന്നത്. തൃശ്ശൂർ സ്റ്റൈലിൽ, മമ്മിയുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ്, ഈ കളറിലാണ് കാച്ചാറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വെള്ള കളറിലുള്ള പെസഹ പാല്. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. ഞങ്ങളുടെ ഇളംകുളത്തൊക്കെ ശർക്കരപ്പാലാണ്, എല്ലായിടത്തും ശർക്കരപ്പാലാണ്. ഞാനിവിടെയാണ് മമ്മിയുടെ അടുത്താണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ പണ്ട് തുടങ്ങി, അമ്മാമ്മ ഉള്ളപ്പോൾ തുടങ്ങി ഇവിടെയും വെള്ള കളറിലാണ് പാല് കാച്ചുന്നത്. അപ്പോൾ മമ്മി വന്ന കാലം തുടങ്ങി ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ മുതിർന്ന കാരണവരാണ് പെസഹപ്പാലിൽ മുക്കി പെസഹപ്പം അല്ലെങ്കിൽ കുരിശിട്ടപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം ഞങ്ങൾ പെസഹയുടെ സാധനങ്ങളെല്ലാം പെസഹപ്പവും കുരിശപ്പവും കലത്തപ്പവും എല്ലാം വെച്ചു. എന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ കുടുംബ ലിറ്റർജിയിൽ അതിൻ്റെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഇനിയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ഡാഡി അല്ലെങ്കിൽ വീട്ടിൽ ഏറ്റവും മുതിർന്ന അതാണ് നമ്മൾ പെസഹ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ആചാരമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നു. ഇപ്പോൾ തവണത്തെ പെസഹയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. ഡാഡിയുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് ഞാൻ 14 വർഷത്തിന് ശേഷമാണ്
പെസഹാപ്പം വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പെസഹയും ഒരു ഓർമ്മയായിട്ട് അത് വ്ളോഗാക്കണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എടുത്ത കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു കുട്ടി വ്ളോഗാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഓർമ്മകളാണല്ലോ എന്നേക്കും നമുക്ക് ഓർക്കാനുള്ളത്. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ വന്ന് കൂടാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ വിവാഹം ചെയ്തയച്ച വീടുകളിലാണ് ഞങ്ങൾ കൂടാറുള്ളത്. മക്കളെല്ലാവരും ദൂരെയാണ്. അപ്പോൾ ഡാഡി മമ്മി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് ഇതിൽ സംബന്ധിക്കാൻ പറ്റി. എൻ്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് പെസഹപ്പാലും പെസഹപ്പവും മേടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിന് ദൈവത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ എനിക്ക് ഡാഡി തരുന്നതാണിത്. പ്രായം അനുസരിച്ചാണ് എല്ലാവർക്കും പെസഹപ്പവും ഇത് മുക്കി കൊടുക്കുന്നത്. ആദ്യം മമ്മി, പിന്നെ ഞാൻ, പിന്നെ മക്കൾ. ഞങ്ങളിവിടെ 3 മക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് കാലത്ത് എനിക്കാണ് ഏറ്റവും അവസാനം കിട്ടിയിരുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ആചാരങ്ങളുള്ള ദിവസമാണ്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഓർമ്മയിലൊരു എന്നേക്കും ഓർക്കാനുള്ളൊരു പെസഹ കൂടെ നമുക്ക് കടന്നു പോയി. താങ്ക് യു.